Welcome to Arcade Stories. ബിസിനസ്മാൻ ഭാഗം 18. കാലത്തെ ചായ കുടിച്ചു കഴിഞ്ഞ് മുകളിൽ പോയി ഡ്രസ്സ് ചെയ്യാൻ നിന്നപ്പോ എന്തെടുത്തുടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. ആ ഹാസിനിയെ കൈകാര്യം ചെയ്യേണ്ടി വരികയെന്നേ നല്ലത് ജീൻസും ടോപ്പും ആണെന്ന് ആദ്യം ചിന്തിച്ചെങ്കിലും അല്പം കൂടി മെനക്കാക എന്നോർത്തപ്പോ സാരി ഉടുക്കാനാ തീരുമാനിച്ചത്. ബോർഡർ ഇല്ലാത്ത ഒരിളം നീല സാരി എടുത്തുടുത്തു. അതിന്റെ മുന്താണി അഴിച്ചിട്ട് ഭംഗി നോക്കുന്നതിനിടയിൽ ഡോക്ടർ കയറി വന്നു. പുള്ളി പുറകിൽ വന്നു നിന്ന് നോക്കുന്നത് കാണാം. എങ്ങനെയുണ്ട് ഡോക്ടറെ? സൂപ്പർ. കൈകൊണ്ട് ആഗ്യം കാട്ടിയതിനൊപ്പം ആൾ അടുത്തേക്ക് ചാഞ്ഞു വന്നു. അവിടെ തന്നെ നിന്നാൽ ഇനി പോക്ക് മുടങ്ങുമെന്ന് മനസ്സിലായതും വഴുതി മാറിയിട്ട് ചുമ്മാ കണ്ണു കൂർപ്പിച്ച് നോക്കി. ഒത്തില്ല എന്ന മട്ടിൽ ഒരു ചമ്മിയ ചിരിയും ചിരിച്ച് ആൾ അങ്ങേരുടെ കബോർഡിന് നേർക്ക് നടന്നു. അതേ, ആ ലൈറ്റ് ബ്ലൂ ഷർട്ടും ഡാർക്ക് ബ്ലൂ പാന്റും ഇട്ടാ മതി കേട്ടോ. തല കുലുക്കിക്കൊണ്ട് അങ്ങേര് കബോർഡ് തുറന്നപ്പോ തിരിഞ്ഞ ഡ്രോയറിൽ നിന്നും ഒരു നീല പൊട്ടുകൂടി എടുത്ത് തൊട്ടു. കൊള്ളാം, ഇത് മതി. കണ്ണാടിയിൽ കണ്ട പ്രതിബിംബം തല കുലുക്കി സമ്മതിച്ചു. പക്ഷെ ഒരു ചെറിയ കുറവ്. എന്താടാ പാറൂട്ടി? നീല ക്യൂട്ടക്സ് കൂടി ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു അല്ലേ? എന്നാ പിന്നെ കുറച്ച് നീലം വാങ്ങി മുഖത്തുകൂടി അങ്ങ് പൂശിയാലോ? നമുക്ക് കൃഷ്ണന്റെ കളറിൽ തന്നെ അങ്ങ് പോകാം. മേശപ്പുറത്തിരുന്ന ചീപ്പ് ഡോക്ടർക്ക് നേരെ പാഞ്ഞു. അങ്ങേര് കബോർഡിന്റെ വാതിലിന് പിന്നിൽ ഒളിച്ചിട്ട് ഇങ്ങോട്ടും നോക്കി ഇളിച്ചു. വരട്ടെ മോനെ, ഹോസ്പിറ്റലിൽ പോയി ആ ഹാസിനെ ഒന്ന് കാണട്ടെ, ബാക്കി എന്നിട്ടാവാം. അതെ, ഒന്നിങ്ങ് വന്നേ. ഓ വേണ്ടായേ. അങ്ങേര് കബോർഡിന്റെ മറവിൽ നിന്നും തല വെളിയിലേക്കിട്ട് തൊഴുന്നു. അയ്യോടെ, ഒന്നും ചെയ്യാനല്ല, എന്റെ ഈ സാരിയുടെ പ്ലീറ്റ്സ് ഒന്ന് പിടിക്കാനാന്നേ. ആവശ്യം കേട്ടപ്പോ ആള് പുറത്തു വന്നു. താഴെ കുത്തിയിരുന്ന് സാരിയുടെ പ്ലീറ്റ്സുകളൊക്കെ നേരെയാക്കുമ്പോ സൗകര്യത്തിന് കിട്ടിയ ആ തലയിൽ അങ്ങ് തോണ്ടിക്കളിച്ചു. അല്ലാത്തപ്പോഴൊക്കെ ഇങ്ങോട്ട് തോണ്ടാറുള്ളതാണേ. കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് മനസ്സിലാക്കട്ടെ. നീലയും നീലയുടുത്ത് രണ്ടുപേരും കൂടി ഒരുങ്ങി താഴെ ചെന്നപ്പോ അനുവിന്റെ വക കമന്റ്. കൊള്ളാം, രണ്ട് നീല കോഴികൾ. അമ്മ അവളെ തല്ലാൻ കയ്യൊങ്ങി. അവളും റെഡിയായി നിൽക്കുക. രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് വിവാഹ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോവാൻ. രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിക്കോളാം എന്നായിരുന്നു ഐബിൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഞങ്ങൾ എത്തും മുന്നേ അവൻ അവിടെ എത്തിയിരുന്നു. ഡോക്ടറോടൊപ്പം ഓഫീസിനകത്തേക്ക് കയറി. പുള്ളി സബ് രജിസ്ട്രാർ ഓഫീസറെ കണ്ട് സംസാരിച്ചതിന് ശേഷം ഫോം ഫില്ല് ചെയ്ത് ഐബിന്റെയും അനുവിന്റെയും ഫോട്ടോയും ഒട്ടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ലർക്കിനെ ഏൽപ്പിച്ചു. ഡോക്ടർ ആ ക്ലർക്കിനെ മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടു. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 20 മിനിറ്റിനുള്ളിൽ അവിടെ നിന്ന് ഇറങ്ങി. അനു ഐബിന്റെ കാറിൽ കയറി കോളേജിലേക്ക് പോയപ്പോ ഡോക്ടർ വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് എടുത്തു. ഹോസ്പിറ്റലിൽ ചെന്നിറങ്ങിയപ്പോ അന്നൊരു നാൾ സുഖമില്ലാതെ വീണ അച്ഛനെയും കൊണ്ട് ഓടിപ്പാഞ്ഞെത്തിയ നിമിഷങ്ങൾ ഓർമ്മകളിലൂടെ മനസ്സിനെ വിറപ്പിച്ച് പാഞ്ഞുപോയി. അച്ഛനിലും കുഞ്ഞിയിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആ ഒരു ലോകത്തു നിന്നും ഇന്നിപ്പോ ഉള്ളു നിറയെ സ്നേഹം മാത്രമുള്ള ഒരു കൂട്ട ആളുകളുടെ ഇടയിൽ, അതിലുപരി ജീവനേക്കാളേറെ പ്രിയമുള്ള ഒരുവന്റെ കൂടെ. ആ ചിന്ത മനസ്സിലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പോഴേക്കും ഡോക്ടർ കൈ കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു. ആ വിരലുകളിൽ കോർത്തു പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിന്റെ പടികൾ കയറുമ്പോൾ മനസ്സ് നിറഞ്ഞു നിന്നിരുന്ന സന്തോഷം മനോഹരമായ ഒരു ചിരിയായി ചുണ്ടുകളെ വിടർത്തിയിരുന്നു. അകത്തുനിന്നും ആരോ ഓടി ഇറങ്ങി വന്ന് ഡോക്ടറുടെ കയ്യിലിരുന്ന ബാഗ് വാങ്ങി മുന്നിൽ നടന്നു. പാറൂട്ടി, നമുക്ക് ആദ്യം ഓഫീസ് റൂമിലേക്ക് പോവാം. ഞാൻ OPയിൽ പോയി പേഷ്യൻസിനെയും കണ്ട് റൗണ്ട്സും കൂടി കഴിഞ്ഞിട്ട് വരാം. അതുവരെ കുഞ്ഞാവ് ഒറ്റയ്ക്ക് ഇരുന്നോളൂ. തലയാട്ടുമ്പോ ഹാസിനിയെ കാണുന്ന സമയത്ത് ഇങ്ങനെ കൂടെ ഇല്ലാതിരിക്കുന്നതാ നല്ലത് എന്ന ചിന്തയായിരുന്നു മനസ്സിൽ. അവളുടെ ഒരു കാര്യട്ടൻ പല്ല് കടിക്കുന്നത് എങ്ങനെ കാണണ്ട. മുഖം തിരിച്ച് വെളിയിലേക്ക് നോക്കിക്കൊണ്ട് നടന്നു. റിസപ്ഷനിലേക്ക് നോക്കിയപ്പോ അവിടെ ഇരിക്കുകയായിരുന്നവർ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. നല്ല സുന്ദരി കുട്ടികൾ. അല്പം കൂടി അങ്ങനോട് ചേർന്നങ്ങ് നടന്നു. കുശുമ്പ് കൊണ്ടല്ല കേട്ടോ, ചുമ്മാ. ഡയറക്ടർ ഡോക്ടർ ആര്യദേവ് ഗോപിനാഥ് എന്ന് പുറത്ത് നെയിം ബോർഡ് വെച്ചിരിക്കുന്ന ഒരു മുറിയിലേക്കാ ഡോക്ടർ കൊണ്ടുപോയത്. അതിനോട് ചേർന്ന് തന്നെ ഗോപിയച്ചന്റെ മുറിയും കണ്ടു. അകത്തേക്ക് കയറി ഇരിക്കാൻ തുടങ്ങുമ്പോഴേക്കും വാതിൽ തള്ളി തുറന്ന്
സുന്ദരിയായ ഒരു സ്ത്രീ അകത്തേക്ക് കയറി വന്നു. കയ്യിലെ സ്റ്റെത്ത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആളൊരു ഡോക്ടറാണെന്ന്. കയറി വന്ന പാടെ അവൾ ഡോക്ടറുടെ 2 കൈ അങ്ങ് ചേർത്ത് പിടിച്ചു. ഇവളാണോ ഇനി ഹാസിനി? ഗുഡ് മോർണിംഗ് ഡോക്ടർ. നല്ല ശബ്ദം. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ ഷീബ. ഓ, ആശ്വാസം. അപ്പൊ ഇത് അവളല്ല. പാറുട്ടിക്ക് മനസ്സിലായില്ലേ? ഇത് ഡോക്ടർ ഷീബ, ഗൈനക്ക. ഡോക്ടർ പരിചയപ്പെടുത്തിയപ്പോ വെളുക്കെ ചിരിച്ചു. പിന്നെ ആത്മികയെ അന്ന് കല്യാണത്തിന് പരിചയപ്പെട്ടതല്ലേ ഞാൻ? ഡോക്ടർ ഷീബ ചിരിക്കുന്നു. അതെ അതെ. ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആരോർക്കാൻ? അന്ന് അവിടെ ഡോക്ടറോടൊപ്പം നിന്ന എന്നെ പോലും ഞാൻ ഓർക്കുന്നില്ല. പിന്നെയാ ഒരു ഡോക്ടർ ഷീബ. അവരുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോ ദാ വരുന്നു അടുത്ത ഒരെണ്ണം വാതിൽ തള്ളി തുറന്ന്. ഇതായിരിക്കും ഡോക്ടർ ഹാസിനി, ഉറപ്പിച്ചു. കണ്ടാൽ തന്നെ അറിയാം, ഇളക്കക്കാരിയാ. കേറി വന്ന പാടെ അവൾ ഡോക്ടറെ ചേർത്ത് പിടിച്ച് കവിളിൽ കവിള് ചേർക്കുന്നു. പട്ടി, ഇവളെ ഞാൻ. പാറുട്ടി, ഇത് ഡോക്ടർ മരിയ, ജനറൽ മെഡിസിനാ. ഡോക്ടറുടെ പരിചയപ്പെടുത്തൽ. അത് ശരി. അപ്പൊ ഒരു ഹാസിനി മാത്രമല്ല, ഹോസ്പിറ്റലിൽ മൊത്തം ഉണ്ടെന്ന് തോന്നുന്നു. വെറുതെ അല്ല അന്ന് അനു പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് കണക്കെടുപ്പായിരുന്നു. ഡോക്ടർ പുഷ്പ, ഡോക്ടർ ഷീനി, ഡോക്ടർ ക്ലാര, ഡോക്ടർ റെസിയ. ഇതൊന്നും പോരാഞ്ഞ് ഒരു അസിസ്റ്റന്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ശില്പ. ചിലര് കൈ കൊടുക്കുന്നു, ചിലര് കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് പേരിന് നമ്മളെ വന്നൊരു പരിചയപ്പെടലും. ഓ, എന്നെ സമ്മതിക്കണം. എല്ലാം കണ്ട് കടിച്ചു പിടിച്ചിരുന്നതിന് ക്ഷമക്കുള്ള അവാർഡ് തന്നെ തരണം. കുറ്റം പറയരുത് കേട്ടോ. 1-2 ആണുങ്ങളും വന്ന് കണ്ടു. എല്ലാവരും വന്ന് കണ്ട് ഇത്രയും ദിവസം കാണാതിരുന്നതിന്റെ ആ കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞു പോയപ്പോ എന്റെ ഇരിപ്പ് കണ്ടിട്ട് ഡോക്ടർ നോക്കുന്നുണ്ട്. അവിടെ മുഖത്തൊരു കുസൃതിച്ചിരി. എന്ത് പറ്റി പാറുട്ടിയെ? എന്ത് പറ്റിയെന്നോ? ഇങ്ങോട്ട് ഇറങ്ങാൻ നേരം നിങ്ങൾ എന്തോന്നാ മനുഷ്യ പറഞ്ഞേ? എന്ത് പറഞ്ഞെന്ന്? അങ്ങേര് നിന്ന് വാ പൊളിച്ചു. അല്പം നീല കളറ് കൂടി അങ്ങ് അടിക്ക, നീ കൃഷ്ണനെ പോലെ ആകുന്നല്ലേ പറഞ്ഞത്? ആ, അതോ? അത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ പാറുട്ടിയെ. അങ്ങേര് കൈ നീട്ടി താടിക്ക് പിടിച്ച് കൊഞ്ചിക്കാൻ വന്നു. കൈക്കിട്ടൊരു തട്ട് കൊടുത്തു. എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ. 1-2 മയിൽപീലിയുടെയും ഒരു ഓടക്കുഴലിന്റെയും കുറവ് മാത്രമേ ഉള്ളൂ. നിങ്ങളാണ് മനുഷ്യ യഥാർത്ഥ ശ്രീകൃഷ്ണൻ. എന്നിട്ട് കൊഞ്ചിക്കാൻ വന്നേക്കുന്നു. ഈശ്വര, ഇതങ്ങളെ എല്ലാത്തിനെയും കൂടി ഞാൻ എന്തോ ചെയ്യും? താടിക്ക് കയ്യും കൊടുത്ത് വിഷമിച്ചിരിക്കുന്നതിനിടയിലാ അടുത്ത അവതാരം കയറി വന്നത്. മുടിയൊക്കെ ബോബ് ചെയ്ത് ആവശ്യത്തിൽ കൂടുതൽ ലിപ്സ്റ്റിക് വിട്ട ഒരെണ്ണം. ആ, ഗുഡ് മോർണിംഗ് ഹാസിനി. ഡോക്ടർ അവളെ വിഷ് ചെയ്തു. ആ പേര് കേട്ടതും ഒറ്റ ചാട്ടത്തിന് എഴുന്നേറ്റ് അവളെ തുറിച്ചങ്ങ് നോക്കി. എന്റെ ആ ചാട്ടവും നോട്ടവും കൂടി കണ്ടതോടെ കടന്നു വന്ന കക്ഷി വാതുകൾ തന്നെ അങ്ങ് തറഞ്ഞു നിന്നു. ഡോക്ടർക്ക് കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയും മുന്നേ അടുത്ത ചാട്ടത്തിന് അവളുടെ മുന്നിലെത്തി. ഹലോ ഹാസിനി. ഞാൻ ഹാസിനിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ആളാകെ പകച്ചതുപോലെ നിൽപ്പുണ്ട്. വരൂ, നമുക്കേ ഒന്ന് നടന്നിട്ട് വരാം. അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നപ്പോഴേക്കും അപകടം മനസ്സിലാക്കിയതുപോലെ ഡോക്ടർ പിന്നാലെ ഓടി കുതിച്ചെത്തി. പക്ഷെ അങ്ങേരടുത്തെത്തും മുന്നേ തന്നെ ഞാൻ ആ വാതിൽ അങ്ങോട്ട് വലിച്ചടച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ഹാസിനിയെയും കൂട്ടി കോറിഡോറിലൂടെ ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ഇന്ന് നിന്റെ ഒടുക്കത്തെ ചായ കൂടി ആണടി മോളെ എന്ന് മനസ്സിൽ ഉരുവിട്ടുറപ്പിക്കുകയായിരുന്നു. ക്യാൻറ്റീനിൽ പോയി ഹാസിനിയുമൊത്തുള്ള ആ ചായ കൂടി വളരെയേറെ സൗഹാർദ്ദപരമായിരുന്നു. അതിന്റെ ഒരു ആശ്വാസത്തിൽ തിരികെ എത്തിയപ്പോഴേക്കും ഡോക്ടറെ കണ്ടില്ല. അപ്പോഴാ ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ കേട്ടത്. വാട്സപ്പിൽ ആളുടെ മെസ്സേജ്. പാറൂട്ടിയെ, ഞാൻ OP-യിലേക്ക് പോവുക. ആ ഹാസിനിയെ കൊല്ലണ്ട. പിന്നെ കൊല്ലണ്ടെന്നൊക്കെ പറയാൻ നമ്മൾ ആര്? രാവണപ്രഭുവിലെ നടേശനോ? ഫോൺ മാറ്റി വെച്ചിട്ട് ചുമരിൽ പിടിപ്പിച്ചിട്ടുള്ള CCTV-യുടെ സ്ക്രീനിലേക്ക് നോക്കി. ഫ്രണ്ട് ഗേറ്റ്, കാഷ്വാലിറ്റിയുടെ മുൻവശം, റിസപ്ഷൻ, ഓഫീസ് റൂമുകൾ, കോറിഡോറുകൾ, ഓപ്പറേഷൻ തിയേറ്ററുകൾ, ICU എന്ന് വേണ്ട OP റൂമുകൾ ഒഴിച്ച് ബാക്കി ഹോസ്പിറ്റലിന്റെ എല്ലാ മുക്കും മൂലയും കാണാം. നമ്മുടെ ഡോക്ടറെ മാത്രം കാണാനില്ല. അങ്ങേര് OP-യിലായിരിക്കും. അല്പനേരം അവിടെ ഇരുന്നപ്പോഴേക്കും ഗോപി അച്ഛൻ കയറി വന്നു. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം അച്ഛനും പോയി. രാവിലെ എല്ലാവർക്കും നല്ല തിരക്കാണെന്ന് തോന്നുന്നു. വീണ്ടും ചുമ്മാ ഇരിക്കേണ്ടി വന്നു. അതോടെ ബോറടിച്ചു.
യൂബർ വിളിച്ച് വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നതിനിടയിലാ വാതിൽ തള്ളി തുറന്ന് ഡോക്ടർ അകത്തേക്ക് വന്നത്. പാറുട്ടി, ആ വിളിയിൽ അല്പം കനമുള്ളതുപോലെ അങ്ങേരുടെ മുഖവും മാറിയിട്ടുണ്ട്. കാര്യം എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നത് കൊണ്ട് തന്നെ വളരെ വിനീതയായി എഴുന്നേറ്റ് നിന്ന് വിളി കേട്ടു. എന്തോ? നീ ആ ഹാസിനിയോട് എന്താ പറഞ്ഞേ? എന്തു പറയാൻ, ഞാനൊന്നും പറഞ്ഞില്ല. മുഖത്ത് മാക്സിമം നിഷ്കളങ്കത വരുത്തിയിട്ടാ പറഞ്ഞത്. അവള് റിസൈൻ ചെയ്തു, അറിയോ? ഏ? അത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. എന്നാലും നമ്മുടെ വാക്കുകൾക്ക് അത്രയും പവറുണ്ടോ? കൊള്ളാലോ. ഡീ, നിന്നോടാ ചോദിച്ചേ. ഞാൻ പറഞ്ഞില്ലേ ഒന്നും പറഞ്ഞില്ലെന്ന്. പിന്നെ അവളെന്തിനാ റിസൈൻ ചെയ്തേ? ആ, ഞാൻ കൈ മലർത്തി. അവളോട് പോയി ചോദിക്ക മനുഷ്യ. അതോടെ ഡോക്ടർ മുന്നിലേക്ക് കയറി വന്ന് കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇങ്ങേരുടെ തുളച്ചു കയറുന്നൊരു നോട്ടമുണ്ട്. അങ്ങ് ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ ചുഴുന്നെടുത്തു കളയും. ചുമ്മാ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്ന് ഒന്ന് പുന്നരിച്ച് സോൾവ് ആക്കാൻ നോക്കി. ഏഹെ, പറയാതെ രക്ഷയില്ലെന്ന് തോന്നുന്നു. ആ നോട്ടം മാറ്റുന്നില്ല. അത് പിന്നെ പിന്നെ ഡോക്ടർ ഇനി ആര്യേട്ടാന്ന് വിളിക്കരുതെന്നും നിങ്ങളുടെ അടുത്ത് കൂടുതൽ അടുപ്പമൊന്നും കാണിക്കരുതെന്നും പറഞ്ഞപ്പോ അവള് പറയുന്നേ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റില്ലെന്ന്. എന്നിട്ട് നീ അവൾക്ക് കാശ് കൊടുക്കാന്ന് പറഞ്ഞോ? ഏയ്, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പാറൂട്ടിയെ, ശേ, അങ്ങേരുടെ ഒരു ഒടുക്കത്തെ നോട്ടം. പറഞ്ഞു. അത് പിന്നെ ഈ സിനിമയിലൊക്കെ കാണാറില്ലേ, നിർത്തിപ്പോയ കാശ് തരാ എന്ന് പറയുന്നത്. അതുപോലെ ഒന്ന് ട്രൈ ചെയ്തതാ. എന്നിട്ട് അപ്പൊ അവൾ എന്നോട് പറയാന്നേ നിന്റെ വകയല്ല ഈ ഹോസ്പിറ്റലെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ നിന്റെ വകയാണോന്ന്. അപ്പൊ അവൾ എന്നെ എടീന്ന് വിളിച്ചു, ഞാൻ അവളെ പട്ടീന്ന് വിളിച്ചു. അപ്പൊ അവൾ എന്നെ ആ ക്യാൻറ്റീനിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടിക്കാൻ വന്നു. ഞാൻ അവളെ പിടിച്ചൊരുന്ത് കൊടുത്തു. ഉടനെ അവൾ എന്റെ സാരിയിൽ പിടിച്ച് വലിക്കാൻ നോക്കി. അപ്പൊ ഞാൻ അവളെ പുറത്തേക്ക് വിളിച്ചിട്ട് കയ്യിലിരുന്ന ചായ അവളുടെ തല വഴി ഒഴിച്ചു. അതാരും കണ്ടൊന്നുമില്ല. ഇത്രേ ഞാൻ ചെയ്തുള്ളൂ. അതിനാണോ അവൾ റിസൈൻ ചെയ്തേ? പറഞ്ഞു വന്നപ്പോ പഴയ രേവതിയുടെ ബാധ കയറിയതുപോലെ ആയിപ്പോയി. അയ്യേ, എന്തുവാ പാറൂട്ടി ഇത്? അങ്ങേര് പണ്ട് മോഹൻലാല് രേവതിയെ നോക്കിയ അതേ നോട്ടം നോക്കുന്നു. പക്ഷെ വട്ടാണല്ലേ എന്ന് ചോദിച്ചില്ല ഭാഗ്യത്തിന്. ഹോസ്പിറ്റലില് മൊത്തം പാട്ടായി, അറിയോ? ദേ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ നമ്മുടെ ലേഡി ഡോക്ടേഴ്സൊക്കെ പേടിച്ചതുപോലെയാ നോക്കുന്നേ. ആഹാ, അത് കൊള്ളാലോ. നന്നായെന്ന് മനസ്സിൽ ഓർത്തതേയുള്ളൂ, പറഞ്ഞില്ല. എടാ, അവള് നല്ല ഒന്നാന്തരം പീഡിയാക്കാണ്. ഓ, മെയിൻ ഡോക്ടർ ഒന്നും അല്ലല്ലോ, ജൂനിയർ അല്ലേ? ജൂനിയറാ, പക്ഷെ ആളുടെ ഒബ്സർവേഷൻസ് ഒക്കെ പെർഫെക്റ്റ് ആണ്, അറിയോ? മാത്രമല്ല, നമ്മുടെ സ്നേഹാലയത്തിലെ പിള്ളേർക്ക് എന്തെങ്കിലും അസുഖം വന്നാ നോക്കുന്നത് ഇവളാ. അവർക്കൊക്കെ ഇവള് വലിയ കാര്യവുമാ. ഇനി ഇതുപോലൊരു നല്ല ഡോക്ടറെ കിട്ടണ്ടേ? പിന്നെ ഒരു വലിയ ഡോക്ടർ നിങ്ങൾക്ക് എത്ര പീഡിയാട്രീഷ്യൻസിനെ വേണം? ഞാൻ ദേ മണി പോലെ കൊണ്ടുവരാം. പാറൂട്ടി, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ആഹാ, കൊള്ളാലോ. അപ്പൊ ബിസിനസ്സുകാരന് ദേഷ്യമൊക്കെ വരുമോ? എന്നാലൊന്ന് കാണണമല്ലോ. നിങ്ങൾക്കിപ്പോ അവള് പോയതാലേ വലിയ കാര്യം. അവള് നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോ ഞാനതൊക്കെ കണ്ട് മിണ്ടാതെ നിൽക്കണോ? പറ്റില്ല ഡോക്ടറെ. ഇനിയിപ്പോ അവള് തന്നെ ഇവിടെ വേണമെന്നുണ്ടേ ഞാനതിന്റെ ഇവിടെ നിൽക്കുന്നേ. ഞാൻ പോവാ. അങ്ങേരി വാ പൊളിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് ചാടി പുറത്ത് കടന്നു. ലിഫ്റ്റിന് നേരെ ഓടുമ്പോ ആള് വാതില് തള്ളി തുറന്ന് പുറകെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഓടി ചെന്നപ്പോ ഭാഗ്യത്തിന് ലിഫ്റ്റ് ഫ്ലോറിൽ തന്നെ ഉണ്ടായിരുന്നു. താഴേക്കുള്ള ബട്ടൺ പ്രസ് ചെയ്ത് വാതിൽ തുറന്നതും അകത്തേക്ക് കയറി. ഡോക്ടർ ഓടി എത്തുമ്പോഴേക്കും ലിഫ്റ്റിന്റെ വാതിൽ അടഞ്ഞിരുന്നു. എന്തായാലും 5 നിലയുടെ സ്റ്റെപ്പുകൾ ഓടി ആള് താഴെ എത്തില്ല. അതിനു മുന്നേ ലിഫ്റ്റ് എത്തും. താഴേക്ക് എത്തിയതും അല്പം ധൃതി പിടിച്ച് നടന്ന് ഹോസ്പിറ്റലിന്റെ മുന്നിലേക്ക് ചെന്നു. റിസപ്ഷനിലിരുന്ന പെൺപിള്ളേരൊക്കെ എത്തി നോക്കുന്നുണ്ട്. മൈൻഡ് ചെയ്യാൻ പോയില്ല. ഇറങ്ങി ചെന്നപ്പോഴേക്കും ഭാഗ്യത്തിനൊരു ഓട്ടോ കിട്ടി. കയറി ഇരുന്നിട്ട് നേരെ വീട്ടിലേക്കുള്ള അഡ്രസ്സാ പറഞ്ഞു കൊടുത്തത്. ഡോക്ടർ പുറകെ വന്നാലും നേരെ അങ്ങേരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും എന്നേ കരുതൂ. അങ്ങനെ ഇപ്പൊ വേണ്ട. ഫോണിൽ ഡോക്ടറുടെ കോൾ വരുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് മുഖം വെട്ടിത്തിരിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. ദേഷ്യം പിടിപ്പിക്കരുതത്രേ. ഒന്ന് ദേഷ്യം പിടിപ്പിച്ചിട്ട് തന്നെ കാര്യം. വീട്ടിൽ ചെന്ന് കയറുമ്പോ പതിവ് പോലെ അച്ഛൻ വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു. ആള് പത്രം വായനയില്ല. ഇവിടെ വരുത്തുന്ന മനോരമ വായിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നിന്ന് മാതൃഭൂമി വാങ്ങി വായിക്കും. എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ വായിച്ചിട്ട് 2 പത്രങ്ങളിലെയും വാർത്തകൾ തമ്മിലൊന്ന് താരതമ്യം കൂടി ചെയ്യും. എങ്കിലേ പുള്ളിക്കൊരു സമാധാനമുള്ളൂ. കുഞ്ഞി ക്ലാസ്സിൽ പോയി കാണും.
ഒറ്റയ്ക്ക് കയറി ചെല്ലുന്നത് കണ്ടതും അച്ഛന്റെ മുഖത്തൊരാശങ്ക. ചുമ്മാ വന്നതാച്ച, ഡോക്ടർ ഇപ്പൊ തന്നെ എത്തും. അത് കേട്ടതും ആ മുഖത്തെ ആശങ്ക നീങ്ങി. അനുവിന്റെ കല്യാണക്കാര്യവും കുഞ്ഞുയുടെ നിശ്ചയത്തിന് വേണ്ടിയുള്ള ഡ്രസ്സുകൾ എടുക്കുന്ന കാര്യവും സംസാരിച്ചിട്ടാ അകത്തേക്ക് കയറിയത്. മുറിക്കകത്തേക്ക് കയറി വാതിൽ ചാരിയിട്ട് കട്ടിലിന്റെ തലക്കിലേക്ക് തലയണ ചാരി വെച്ച് അതിലേക്ക് ചാരിയിരുന്നു. ഡോക്ടർ ആദ്യം നേരെ വീട്ടിലേക്കാവും പോയിട്ടുണ്ടാവുക. അവിടെ ഇല്ലെന്നറിയുമ്പോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുമെന്ന് ഊഹിച്ചോളും. അതുകൊണ്ട് അധികം താമസിയാതെ ആളിവിടെ എത്തും. ഈശ്വര, കുറച്ചെങ്കിലും എന്നോടൊന്ന് ദേഷ്യപ്പെടണേ. വാട്സാപ്പിൽ സോറിയൊക്കെ വന്ന് കിടപ്പുണ്ട്. പാവം തോന്നി, എന്റെ ഡോക്ടറല്ലേ. എന്നാൽ ഇടയ്ക്കിങ്ങനെ ചുമ്മാ പിണങ്ങാനൊരു രസം. ആ പിണക്കം മാറ്റാനുള്ള അങ്ങരുടെ പരാക്രമങ്ങൾ കണ്ടു രസിക്കാനും ഒരാഗ്രഹം. എന്താ അല്ലേ നമ്മൾ ഈ പെൺപിള്ളേരുടെ ഒരു കാര്യം. 10 മിനിറ്റ് തികച്ചെടുത്തില്ല, അപ്പോഴേക്കും കാറിന്റെ പരിചയമുള്ള ആ ഹോൺ കേട്ടു. നേരെ കയറി കമഴ്ന്നടിച്ചു കിടന്നു. അല്പസമയത്തിന് ശേഷം വാതിൽ തുറന്നടയുന്ന ശബ്ദവും ഒരു കാൽപെരുമാറ്റവും കേട്ടു. ഡോക്ടർ കിടക്കയിൽ വന്ന് കിടക്കുന്നതറിഞ്ഞു. പാറുട്ടിയെ. ചിരി പൊട്ടി വന്നത് കടിച്ചമർത്തിക്കൊണ്ട് കമഴ്ന്നു തന്നെ കിടന്നു. പാറുട്ടി. തലയിലൊരു തോണ്ടൽ. പോയ കാസിനിയെ കൂടെ കൂട്ട്, ഇല്ലേ നിങ്ങൾക്ക് ദേഷ്യം വന്നാലോ? അയ്യേ, ഞാനത് ചുമ്മാ പറഞ്ഞതല്ലേ പാറുട്ടി. ദേ ഇങ്ങ് നോക്കി, ഒരു കാര്യം പറയട്ടെ. വേണ്ട. എടാ, അവളുടെ അക്കൗണ്ട്സ് എല്ലാം സെറ്റിൽ ചെയ്ത് പറഞ്ഞും വിട്ടു. അയ്യോടാ, എന്തിന്? അവൾ ഈ ലോകത്ത് ആകപ്പാടെയുള്ള ഒരു പീഡിയാട്രീഷ്യൻ അല്ലേ? ആ പിണങ്ങല്ലേടാ പാറുട്ടി. പിണങ്ങിയ തന്നെ നിങ്ങൾക്കെന്താ? അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ചെവിക്കരികിൽ ഒരു പാട്ട്. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ദേഷ്യപ്പെടുമെന്നോർത്ത ഞാനിപ്പോ ആരായി? ചെവികളെ രണ്ടും പൊത്തിപ്പിടിച്ച് തലയിണക്കടിയിലേക്ക് തിരികെ കയറ്റി കിടന്നു. ഉടനെ കേട്ടു അടുത്ത പാട്ട്. ഇഷ്ടപ്രാണേശ്വരി, നിന്റെ ഏതൻ തോട്ടം എനിക്കു വേണ്ടി, 7ാം സ്വർഗം എനിക്കു വേണ്ടി. പാട്ടിനൊപ്പം പിൻവശത്തിഴയുന്ന കൈകൾ അതിരുകൾ ഭേദിച്ച് കടന്നു കയറുന്നു. ഛേ, എന്തൊക്കെയായി കവികൾ എഴുതി വെച്ചേക്കുന്നേ? അത് മുതലെടുക്കാൻ ഇങ്ങനത്തെ ഒരു ഡോക്ടറും. മാറങ്ങോട്ട്. കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് അനങ്ങാതെ കിടന്നു. കിടന്നപ്പോ സ്ഥാനം മാറിയ സാരിയുടെ ഇടയിലൂടെ വെടിയിൽ കണ്ട വയറിന്റെ ഭാഗത്ത് വേദനിപ്പിക്കാതെ ഒരു കടി കിട്ടി. ഇക്കിളിയിൽ ഉളഞ്ഞുപോയി. ആ ഒരു നീക്കം മതിയായിരുന്നു ഡോക്ടർക്ക്. ആളുടെ കൈകൾ വീണ്ടും ഇക്കിളി കൂട്ടിക്കൊണ്ട് ശരീരത്തിൽ ഇഴഞ്ഞു കയറുമ്പോ ചിരി അടക്കാനാവാതെ കിടന്നുരുണ്ടു. കള്ളച്ചെക്കൻ ആ അവസരം ശരിക്കും മുതലെടുത്തു. ഒടുവിൽ കിതച്ചുകൊണ്ട് അടിയറവ് പറയുമ്പോ ഡോക്ടറുടെ ചുണ്ടുകൾ അതിന്റെ ഇണയെയും കീഴടക്കി ഏതൻ തോട്ടത്തിലേക്കും 7ാം സ്വർഗത്തിലേക്കുമുള്ള യാത്ര ആരംഭിച്ചിരുന്നു. തുടരും. ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക് യു.